ഒരു ലെസണിൽ നമ്മൾ scanf എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. scanfന് നമ്മൾ നൽകുന്ന എല്ലാ ക്യാരക്ടേഴ്സും പ്രോപ്പറായിട്ട് റീഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് നെയിം നൽകി അതിനുശേഷം സെക്കൻഡ് നെയിം നൽകുന്നു. അപ്പോൾ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഒരേ ഇൻപുട്ടായിട്ട് നമ്മൾ നൽകുമ്പോൾ ഒരു സ്പേസ് വരുമ്പോഴേക്കും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം ഇത് ഒഴിവാക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണ് ടാബ്, സ്പേസ് ഇത് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ഉദാഹരണം ഇവിടെ നോക്കാം. ഞാനിവിടെ എൻ്റെ നെയിം റീഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. മൈ നെയിം 30 ക്യാരക്ടേഴ്സ് ആണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അതിൽ സ്റ്റോർ ചെയ്യാൻ മാക്സിമം പറ്റുക. ഓക്കെ, നൽകുന്നു printf, അത് റീഡ് ചെയ്യുന്നു മൈ നെയിം, എന്നിട്ട് എൻ്റെ നെയിം പ്രിൻറ്റ് ചെയ്യുന്നു. printf മൈ name is %s നൽകുന്നു. അതിനുശേഷം മൈ നെയിം എന്ന് നൽകും. നമ്മളിവിടെ ഇത് സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് കമ്പയർ ചെയ്തു. ഇനി നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ നെയിം എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. ഞാനിവിടെ നെയിം നൽകുന്നു ജാക്ക് കെ. ഇവിടെ ജാക്ക് എന്നുള്ളത് മാത്രമാണ് ഇത് ഇൻപുട്ടായിട്ട് സ്വീകരിച്ചത്. നമ്മുടെ ഇവിടെ സ്പേസ് വന്നതുകൊണ്ട് scanf ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം തന്നെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെന്താണ് നമുക്കൊരു സൊല്യൂഷൻ? അതായത് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് fgets എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലൈൻസ് ഓഫ് കോഡ് കമൻറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഞാനത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യണം, അത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും fgets യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡ് ചെയ്യുക? വളരെ സിമ്പിളാണ്. fgets എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. ഏത് വേരിയബിളിലേക്കാണ് റീഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നൽകുന്നു. ഈ ഒരു കേസിലാണെങ്കിൽ അതൊരു അറേയാണ് അല്ലേ. മൈ നെയിം എന്ന് പറയുന്ന അറേയിലേക്കാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അത് നൽകുന്നു. മൈ നെയിം നൽകി അതിനുശേഷം സൈസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. സൈസ് ഓഫ് മൈ നെയിം, അതിനുശേഷം stdin എന്ന് നൽകുന്നു. stdin then സെമിക്കോളൻ. ഈ പേര് ഞാൻ വീണ്ടും പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് മുകളിലത്തെ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാൻ ഇവിടെയോട്ട് കോപ്പി ചെയ്യണം. കോപ്പി then പേസ്റ്റ്. ഓക്കെ, സേവ് ചെയ്യുന്നു. അതിനുശേഷം കമ്പൈലേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ ഞാൻ നൽകുകയാണ് ജാക്ക് റയാൻ റോക്ക. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും മൈ നെയിം ഈസ് ജാക്ക് റിയാൻ ജോക്ക എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്പേസ് വന്നാലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഇൻപുട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് അല്ലേ. fgets എന്ന് പറയുന്നത് ഒരു സിയിലെ ഒരു സ്റ്റാൻഡേർഡ് സി ലൈബ്രറി ഫംഗ്ഷനാണ്. ഇത് സ്ട്രിങ്സിനെ ഇൻപുട്ടിൽ നിന്നും സ്വീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പറയുകയാണെങ്കിൽ fgets എന്ന് പറയുന്നത് ഫയൽ ഗെറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫയൽ ഗെറ്റ്സ്, അതായത് ഫയലിൽ നിന്ന് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നോർമലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മൈ നെയിം എന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഒരു അറേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, എങ്ങോട്ടാണ് ഈ കീബോർഡിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഐറ്റം സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ നമ്മൾ ഫെമിലിയർ അല്ലാത്ത ഒരു ഫംഗ്ഷനാണ് ഇവിടെ കാണുന്നത്. സൈസ് ഓഫ്, അതിനുശേഷം മൈ നെയിം എന്ന് നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മൈ നെയിമിൻ്റെ സൈസ് ആണ് ഏത് fgetsലേക്ക് പാസ് ചെയ്യുന്നത്. അതായത് ഈ സൈസ് ബൈറ്റ്സിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നൽകുന്നതിൻ്റെ ഉദ്ദേശം fgetsന് മാക്സിമം എത്ര ക്യാരക്ടേഴ്സിന് റീഡ് ചെയ്യണം, അതിൻ്റെ സൈസ് അറിയണം. നമ്മൾ കൊടുക്കാൻ പോകുന്നതിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം ഡൈനാമിക്കലി, അല്ലെങ്കിൽ റൺ ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സൈസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിലേക്ക് ഈ മൈ നെയിം നൽകിയിരിക്കുന്നത്. ഇവിടെ സൈസ് ഓഫ് ഉപയോഗിക്കുമ്പോൾ തന്നെ മൈ നെയിമിൻ്റെ സൈസ് ബൈറ്റ്സ് ആയിട്ട് ഇതിലുള്ളിലേക്ക് വരും. അപ്പോൾ ഓൾറെഡി fgetsന് മനസ്സിലാവും ഇത്രയും ക്യാരക്ടേഴ്സാണ് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാകും. ഈ റൺ ടൈമിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകാതെ ഇരിക്കും. പിന്നീട് അവസാനമായിട്ട് stdin എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബേസിക്കലി ഇതൊരു പ്രീ ഡിഫൈൻഡ് പോയിൻ്ററാണ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീമിനെയാണ്. അതായത് നമ്മുടെ കീബോർഡുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ചുരുക്കം. അതിന് ഒരു ഇൻപുട്ട് റീഡ് ചെയ്യണം, നമ്മുടെ കീബോർഡുമായിട്ട് കണക്റ്റഡ് ആണെന്ന് കമ്പൈലറിനോട് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വേർഡ് മാത്രമാണ് stdin എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. വളരെ സിമ്പിളാണ്. സോ ഹാപ്പി കോഡിങ്.